നമസ്കാരം. ഫുട്ബോൾ പീരിയഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. ഇന്ന് ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കോപ്പ ഡെൽറെ സെക്കൻഡ് ലെഗ് നടക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സൊസിഡാഡ്. ധാരാളം മത്സരങ്ങളുണ്ട്. പ്രീമിയർ ലീഗ് തിരിച്ചു വരുവാണ്. ഇന്ന് നൈറ്റ് 12:30 പ്രീമിയർ ലീഗ് മാച്ചുകൾ തുടങ്ങുവാണ്. ഇനി മുതലുള്ള ടൈമിങ്സിലും വ്യത്യാസമുണ്ട്. 1:30 മാറി 12:30 ആവുകയാണ് ലേറ്റ് നൈറ്റ് മാച്ചുകളെല്ലാം. യൂറോപ്പിലെ സമയം മാറിയിട്ടുണ്ട്. ഗുഡ് അപ്ഡേറ്റ് ഫോർ ഇന്ത്യൻ ഫാൻസ്, ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ്, ഇന്ത്യൻ ഫുട്ബോൾ ലവേഴ്സ്. അതുപോലെ ഇന്ന് റയൽ സൊസിഡാഡ് വേഴ്സസ് അഥവാ റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സൊസിഡാഡ് നടക്കുക 1 മണിക്കുമാണ്. ബാക്കിയെല്ലാം പ്രീമിയർ ലീഗ് മാച്ചുകൾ 12:30 സ്റ്റാർട്ട് ചെയ്യുക. നമ്മളാണെങ്കിൽ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൻസെലോട്ടി റയൽ മാഡ്രിഡ് വിടും എന്നുള്ള റൂമറുകൾ ഇപ്പം വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ഇപ്പം ചാബി അലോൺസോ ആണ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത്. പക്ഷേ ഇപ്പം യോർഗൻ ക്ലോപ്പിന്റെ പേര് ഇപ്പം കയറി വന്നിട്ടുണ്ട്. എന്ന് മാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. ബട്ട് ക്ലോപ്പ് ലിങ്ക്സ് ഇപ്പം ഭയങ്കര സ്ട്രോങ് എന്നല്ല, റിലയബിൾ അല്ല. ബട്ട് നമ്മൾ പറയത്തില്ല, ഒരു 50-50 സോഴ്സുകളിൽ നിന്നൊക്കെ ആ റൂമറുകളും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസെലോട്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഉള്ളിൽ, അതായത് റയൽ മാഡ്രിഡ് ഹയറാർക്കിക്കുള്ളിൽ പെറസിന്റെ സപ്പോർട്ട് ആൻസെലോട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് പലരും ബോർഡിലുള്ള മറ്റ് പല മെമ്പേഴ്സും അൺസർട്ടൻ ആണ്, അഥവാ ആൻസെലോട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സമയമായി എന്നുള്ളൊരു ഡിസിഷൻ എടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. അഥവാ അവർ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ആൻസെലോട്ടിയും അതിൽ അവെയർ ആണെന്നും പുള്ളിയും ഹാപ്പി അല്ല ക്ലബിന്റെ ഇന്റേണലി ഉള്ള ഈ ഒരു ഡിസ്കഷന്റെ കാര്യത്തിൽ നിന്നും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ബ്രസീൽ CBF ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാനായിട്ടാണ് ആൻസെലോട്ടിക്ക് മുമ്പിൽ പുതിയ പ്രപ്പോസലുമായിട്ട് വീണ്ടും ചെന്നെന്ന് കേൾക്കുന്നുണ്ട്. കൂടാതെ പുള്ളി അത് കൺസിഡർ ചെയ്യുന്നുമുണ്ട് എന്നുള്ള വാർത്തകൾ വളരെ സ്ട്രോങ് ആണ്. ആൻസെലോട്ടി നിന്ന് മൂവ് ഓൺ ചെയ്ത് പുതിയൊരു പ്രോസസ്സ് ബിൽഡ് ചെയ്യുക. ചാബി അലോൺസോ, ക്ലോപ്പോ, ഇപ്പൊ കേൾക്കുന്ന ഈ 2 കോച്ചുമാരുടെ പേരാണ്. അതാണ് എന്നാ പറയുക, ബോർഡിലുള്ള പലരുടെ ആഗ്രഹമൊന്നും കേൾക്കുന്നു. ബട്ട് പെറസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ സീസണിലാണോ ആൻസെലോട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പലരും ഫോഴ്സ് ചെയ്തത്. ബട്ട് പെറസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ആൻസെലോട്ടി നിന്നത്. പെറസ് വീണ്ടും സപ്പോർട്ട് ചെയ്യുമോ, ആൻസെലോട്ടി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യം ഇതാണ്. പിന്നെ ഡേവിഡ് ആൻസെലോട്ടിയുടെ മകൻ ഈ സീസൺ എൻ്റെ ആകുമ്പോൾ ക്ലബ്ബ് വിടുവാണ്, പുള്ളി വേറെ ടീം ഏറ്റെടുക്കാനായിട്ട് പോവാണ്. അതും ആൻസെലോട്ടിനെ മേ ബി ഒരു ഡിസിഷൻ എടുക്കുന്നത് ഫോഴ്സ് ചെയ്യാം. ലെറ്റ് സി. ബ്രസീലിന്റെ സ്ട്രോങ് എന്നാ പറയുക പ്രഷറും ഉണ്ട്. ആൻഡ് റയൽ മാഡ്രിഡ് ചാബി അലോൺസോ ആയിട്ട് ടോക്സ് നടത്തിയെന്നും പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നുണ്ട്. ചാബി അലോൺസോ ക്ലബ്ബ് വിടത്തില്ല എന്ന് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ, ബയർ ലെവർകൂസന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ സീസണിൽ ഈ ഒരു സമയത്ത് അവരവിടെ ബുണ്ടസ്ലീഗ ടൈറ്റിൽ റേസിലുള്ളപ്പം ഇതല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. പക്ഷേ നമുക്ക് ട്രസ്റ്റബിൾ ആയ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാബി അലോൺസോ ആയിട്ട് റയൽ മാഡ്രിഡ് ടോക്സ് നടത്തി. മേ ബി ചാബി അലോൺസോ നെക്സ്റ്റ് ഇയർ ഒരു മൂവ് നടത്താൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്കറിയാം റയൽ മാഡ്രിഡ് കോച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റി വല്ലപ്പോഴും വരത്തുള്ളൂ. മേ ബി ചാബി അലോൺസോ ടേക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള ടൈം ആയെന്ന് തോന്നുന്നുണ്ട്. ലെറ്റ് സി. എന്താണ് നിങ്ങൾക്ക് അതിലുള്ള ഒപ്പീനിയൻ എന്ന് പറയുക. ക്ലോപ്പിന്റെ പേര് ലിങ്ക്ഡ് ആവുന്നുണ്ട്, പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല അത് റിലയബിൾ ആണെന്ന്. ചാബി അലോൺസോ ആയിരിക്കും ഫേവറേറ്റ്. ലെറ്റ് സി. അവിടെ നമ്മൾ മറ്റു കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ എർലിംഗ് ഹാലണ്ട് ഒരു ആംഗിൾ ഇഞ്ചറി കാരണം ലാസ്റ്റ് മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോൺമുത്തിന് അഗേൻസ്റ്റ് FA കപ്പ് ക്വാർട്ടർ ഫൈനൽസിൽ ഒരു ഇഞ്ചറി പറ്റിപ്പോയിരുന്നു. ആൻഡ് പുള്ളിക്ക് ഈ സീസണിലെ മെജോറിറ്റി ഓഫ് ദ മാച്ചസ് ഇനി മിസ് ചെയ്യും. പ്രോബ്ലി ഈ സീസൺ ഇനി കാണത്തില്ല എന്നുള്ളതാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒമർ മർമൂഷ് സൈൻ ചെയ്തത് ഇപ്പം റിയലി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആളണ്ട് ഇല്ലെങ്കിലും മർമൂഷ് വെച്ച് അവർക്ക് തള്ളി നീക്കാന്നുള്ളൊരു കോൺഫിഡൻസ് കാണും. എസ്പെഷ്യലി നമുക്കറിയാം പ്രീമിയർ ലീഗ് റേസിൽ അവരില്ല. മേ ബി ടോപ്പ് 4 എങ്ങനെയും സെക്യൂർ ചെയ്യാൻ നോക്കും. ആൻഡ് FA കപ്പ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് ആണ് സെമി വരുന്നത്. അവരാണ് ഫേവറേറ്റ്സ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എർലിംഗ് ഹാലണ്ട് പ്രോബബ്ലി അവരുടെ ഈ സീസണിലെ നമ്പർ 1 ഗോൾ സ്കോർ അഥവാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറിൽ ഒരാൾ, ഇഫ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, പുള്ളി ഇല്ലാത്തത് എന്തായാലും ബാക്ക് ഫയർ ചെയ്യും. മർമൂഷിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ലെറ്റ് സി പുള്ളി സ്റ്റെപ്പ് അപ്പ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം. അതുപോലെ മറ്റു പല പ്ലേയേഴ്സും ഉണ്ട്, ഡോക്കും സബീനും ഒക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അവിടുന്ന് നമ്മൾ അടുത്ത ഒരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാനായിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു മിനി അർജന്റീന നാഷണൽ ടീം അവിടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണ്. ക്യൂട്ടി റൊമേറോ, അതായത് സ്പേഴ്സിന്റെ റൊമേറോ ആയിട്ട് ടോക്സ് സിമിയോണി ഡയറക്ട്ലി നടത്തിയെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. റൊമേറോ വരുന്ന സമ്മറിൽ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് സ്പേഴ്സിന്റെ മുമ്പിൽ ഇടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്യൂട്ടി റൊമേറോയ്ക്ക് വേണ്ടി സ്ട്രോങ് ഇൻട്രസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ലാസ്റ്റ് സമ്മറിൽ റയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 150 മില്യൺ ഡിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ റൂമറുകൾ കിട്ടും. പക്ഷേ പ്ലെയർ ഫോഴ്സ് ചെയ്യുവാണ്, പ്ലെയർ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടുവാണ്. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് താഴോട്ട് പോകും. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിന് സ്ട്രോങ് ഇൻട്രസ്റ്റ് അത്ലറ്റിക്കോയ്ക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവർ പാബ്ലോ ബാരിയോസ് പ്ലസ് 25 മില്യൺ യൂറോസ് കൊടുക്കാനായിട്ട് റെഡിയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയർ ഡീൽ ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ഫെയർ ഡീൽ എന്ന് പറയാം. പാബ്ലോ ബാരിയോസ് ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണ്. പ്രോബ്ലി എൻസോയുടെ അത്രയും പ്രൂവൺ അല്ല റൈറ്റ് നോ, പക്ഷെ എന്നാലും ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണ്. പാബ്ലോ ബാരിയോസ് ഫോർ 25 മില്യൺ ഫെയർ ആണോ അല്ലയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. പക്ഷെ അത്
നടക്കുമെന്നോ ഇല്ലയോ എന്നൊന്നും അല്ല, ബട്ട് എൻസോ ഫെർണാണ്ടസിന് ഇൻട്രസ്റ്റഡ് ഉണ്ട്. ആ ഒരു പ്രൊപ്പോസൽ അത്ലറ്റിക്കോ വിടുമെന്നാണ് കേൾക്കുന്നത്. ലെറ്റ്സ് സീ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ബാർസലോണയുടെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ FC ബാർസലോണ പോസിറ്റീവ് ന്യൂസ് ആണോ നെഗറ്റീവ് ന്യൂസ് ആണോ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയാം. കാരണം FC ബാർസലോണ ഷെസ്നി ടെർ സ്റ്റെഗൻ സിറ്റുവേഷൻ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ടെർ സ്റ്റെഗൻ ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ടെർ സ്റ്റെഗൻ വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലലീഗയിൽ പ്രോബബ്ലി ടെർ സ്റ്റെഗൻ ഇനിയുള്ള മാച്ചുകൾ കളിക്കും, ചാമ്പ്യൻസ് ലീഗിൽ ഷെസ്നി കളിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇഫ് ടെർ സ്റ്റെഗൻ ഇഞ്ചറി മാറി തിരിച്ച് വരുവാണെങ്കിൽ, ടെർ സ്റ്റെഗൻ ഇഞ്ചറി കാണിച്ചാണല്ലോ ടെർ സ്റ്റെഗനെ ഡീരജിസ്റ്റർ ചെയ്ത് ഷെസ്നിനെ രജിസ്റ്റർ ചെയ്ത്. സോ ബാർസലോണ ടെർ സ്റ്റെഗനെ റീ രജിസ്റ്റർ ചെയ്യുകയാണ്. അഥവാ ടെർ സ്റ്റെഗൻ ഇഞ്ചറി മാറി ആ പ്ലെയർ ഒഫീഷ്യലി ക്ലബ്ബ് ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ചാമ്പ്യൻസ് ലീഗ് രജിസ്ട്രേഷൻ ഷെസ്നിയുടെ ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞ റൂമറുകൾ വരക്കുന്നുണ്ട്. ഇതിൽ അത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതിൽ അങ്ങനെ എല്ലാ മാറ്റങ്ങളുണ്ടെന്നും പറയുന്നവരുണ്ട്. സോ ലെറ്റ്സ് സീ. സോ ആ ന്യൂസ് സൂചിപ്പിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ചാമ്പ്യൻസ് ലീഗിലെ അറിയണം, ലലീഗയിലല്ല, ഇഫ് ടെർ സ്റ്റെഗൻ തിരിച്ചു വന്നു, ബാർസലോണ ഒഫീഷ്യലി ടെർ സ്റ്റെഗനെ സ്ക്വാഡിലോട്ട് ഇഞ്ചറി ഫ്രീ പ്ലെയർ, ഇഞ്ചറി ലിസ്റ്റിൽ നിന്ന് ടെർ സ്റ്റെഗനെ ഒഫീഷ്യലി ബാർസലോണ മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി UEFA ആണെങ്കിൽ ഷെസ്നിയെ ഡീരജിസ്റ്റർ ചെയ്യും, അവിടത്തേക്ക് ടെർ സ്റ്റെഗനെ രജിസ്റ്റർ ചെയ്യും എന്നാണ്. കാരണം ടെർ സ്റ്റെഗൻ ഇഞ്ചറി കാണിച്ചാണല്ലോ ഷെസ്നിനെ രജിസ്റ്റർ ചെയ്തത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ടെർ സ്റ്റെഗൻ നമുക്കൊരു ഗ്രേറ്റ് പ്ലെയർ തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. ഈ മാജിക്കൽ പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ് ബിഗ് നൈറ്റ്സുകൾ പുള്ളി എപ്പോഴും ഡിസപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ. ബേസിക് സേവുകളോ അല്ലെങ്കിൽ ഒരു ടെർ സ്റ്റെഗൻ്റെ അന്യായ പെർഫോമൻസിൻ്റെ ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് നമ്മൾ കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ എപ്പോഴും പ്രഷർ സിറ്റുവേഷൻസ് ഇപ്പോൾ ക്രംബിൾ ചെയ്യാറുണ്ട്. ആൻഡ് ദർ ഇസ് എ റീസൺ. ഇപ്പം ഹാൻസി ഫ്ലിക്ക് ആണെങ്കിലും ഇപ്പം നാഗൽസ്മാൻ ആണെങ്കിലും ടെർ സ്റ്റെഗനെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് ചില റീസണുകളുണ്ട്. ഇപ്പം ന്യൂവറിനെ തിരിച്ച് ഈ ടെർ സ്റ്റെഗന്റെ പെർഫോമൻസ്, അതായത് ഇഞ്ചുറിക്ക് ശേഷം വന്ന് വിലയിരുത്തിയിട്ട് നാഗൽസ്മാൻ തീരുമാനിക്കത്തുള്ളൂ പുള്ളിനെ ഫസ്റ്റ് ചോയ്സ് ആക്കണോ, ന്യൂവറിനെ തിരിച്ച് റിട്ടയർമെന്റ് ചെയ്ത് വിളിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ദർ ഈസ് എ റീസൺ. ഇപ്പം ജർമ്മനിക്കുള്ളിൽ ജർമ്മൻ നാഷണൽ ടീം മാനേജ്മെന്റിനുള്ളിൽ ടെർ സ്റ്റെഗന് കുറേ ഇഷ്യൂസ് ഉണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ബിഗ് മാച്ചസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ റിപ്പോർട്ടുകളും ആർട്ടിക്കിളുകളും ഒക്കെ കാണാറുണ്ട്. ജർമ്മൻ നാഷണൽ ടീമിലാണെങ്കിലും അവിടുത്തെ മാനേജ്മെന്റിനുള്ളിലാണെങ്കിലും ടെർ സ്റ്റെഗനെ അവർ ഹൈലി റേറ്റ് ചെയ്യാറില്ല. ഇപ്പം ബാർസലോണയ്ക്കുള്ളിലാണെങ്കിലും ഇപ്പോൾ ഫാൻസിൻ്റെ ഇടയിൽ ഒരു 50-50 സിറ്റുവേഷൻ ആണ് ടെർ സ്റ്റെഗന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ. ആൻഡ് ബിഗ് ഗെയിംസിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മാച്ചിൽ റൈറ്റ് നൗ ടെർ സ്റ്റെഗനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഷെസ്നി ആയിരിക്കും. ആൻഡ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് ബിഗ് നൈറ്റ്സുകൾ വരുമ്പോൾ ഷെസ്നി ഈ സീസണിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുമുണ്ട്. പുള്ളിയിൽ നിന്നുള്ള ബേസിക് സേവുകൾ കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. സോ മേ ബി ടെർ സ്റ്റെഗന്റെ അത്ര ഫീറ്റിൽ ആൾ കംഫർട്ടബിൾ പറ്റുമെന്നുള്ളതായിരിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഷോർട്ട് സ്റ്റോപ്പിംഗ്, മേ ബി എ ക്ലച്ച് മൊമെന്റ്, ഷെസ്നി മൈറ്റ് ബി ദ ബെറ്റർ ചോയ്സ്. ആൻഡ് ഷൂട്ടൗട്ടിൽ പെനൽറ്റി ഷൂട്ടൗട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ വിത്തൗട്ട് എ ഡൗട്ട് ടെർ സ്റ്റെഗനേക്കാളും ഒക്കെ മാസീവ് അപ്ഗ്രേഡ് ആണ് ഷെസ്നി. സോ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ സ്റ്റിക്ക് ഓൺ വിത്ത് ഷെസ്നി. ഷൂട്ടൗട്ടിലോട്ടൊക്കെ ഇനിയും പോകാം. സോ ഷെസ്നി ഷുഡ് ബി അവർ ഫസ്റ്റ് ചോയ്സ്. ആൻഡ് ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് ഷെസ്നി ഡിസേർവ്സ് ടു സ്റ്റാർട്ട്. ആൻഡ് പുള്ളി ഗോൾ കീപ്പർ ആയതിനു ശേഷം നമ്മളൊരു അൺബീറ്റൻ റണ്ണിലുമാണ്. സോ അതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് സ്റ്റിക്ക് ഓൺ വിത്ത് ഹിം. വൈ ഷുഡ് വി ചേഞ്ച് ഹിം? ഇപ്പം ഇഞ്ചറി ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഒഫീഷ്യലി ഇഞ്ചറി മാറി എന്നുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഡീരജിസ്റ്റർ ഷെസ്നി ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കണ്ട, ടെർ സ്റ്റെഗൻ വെളിയിൽ ഇരുന്നോട്ടെ. മേ ബി നെക്സ്റ്റ് സീസൺ ലെറ്റ്സ് പാക്ക് ഹിം ടു സൗദി അല്ലേ. സോ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനായിട്ടുള്ളൂ. ബാർസലോണ ഹാൻസി ഫ്ലിക്കിനോടും മാനേജ്മെന്റിനോടും ഷെസ്നി, അതാ ഷെസ്നിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാറുള്ളൂ. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ആൻഡ് ഷെസ്നിയെ നിങ്ങൾ മാറ്റുവാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ, don't trouble the trouble. If you trouble the trouble troubles you. I am not the trouble, I am the truth. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.